morning, my sweet butterflies. How are you all? Fine? Okay, good. കുഞ്ഞുമക്കൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? Today we are going to learn English. നമ്മൾ ഇന്ന് ആദ്യം ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ പോകുന്നത്. Okay? All of you look at the board. Which date is today? Date നോക്കിയേ 9/7/2021. Which month is going on? 7th month. 7th month ഏതാണ്? July. Which day is today? Today is Friday. Okay. ഈ ആഴ്ച നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സാ റൈറ്റ് ചെയ്യാനായിട്ട് പഠിച്ചത്? കുഞ്ഞുമക്കൾ എല്ലാവരും പറഞ്ഞു. Which letter is this? Small letter J. Then small letter I. Then small letter H. And last one small letter B. Okay. ഇത്രയും ലെറ്റേഴ്സ് ആണ് നമ്മൾ ഈ ആഴ്ച റൈറ്റ് ചെയ്യാനായിട്ട് പഠിച്ചത് അല്ലേ? ഓക്കെ. കുഞ്ഞുമക്കൾ എല്ലാവരും പറഞ്ഞേ സ്മോൾ ലെറ്റർ ജെ എങ്ങനെയാ എഴുതുന്നത്? മേക്ക് എ സ്ട്രെയിറ്റ് ലൈൻ, ദെൻ മേക്ക് എ കർവ്, മങ്കി ടെയിൽ പോലെ അല്ലേ? ദെൻ പുട്ട് എ ഡോട്ട് ഹിയർ. വിച്ച് ലെറ്റർ ഈസ് ദിസ്? സ്മോൾ ലെറ്റർ ജെ. ദെൻ നെക്സ്റ്റ് സ്മോൾ ലെറ്റർ ഐ. സ്മോൾ ലെറ്റർ ഐ എങ്ങനെയാ എഴുതുന്നത്? മേക്ക് എ സ്മോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്മോൾ വൺ പോലെ കണ്ടോ? മേക്ക് എ സ്ട്രെയിറ്റ് ലൈൻ, then put a dot here. Small letter I. Then small letter H. Small letter H എങ്ങനെ എഴുതുന്നത്? Make a straight line, then go up through the same line. Same ലൈനിൽ കൂടി തന്നെ മുകളിലേക്ക് വരയ്ക്കുക. Then make a curve. Small letter H. Then last നമ്മൾ ഏത് ലെറ്ററാ പഠിച്ചത്? Small letter B. Small letter B എങ്ങനെ എഴുതുന്നത്? Make a straight line, then go up through the same line, then make a curve. Curve എഴുതുക. Okay. Which letter is this? Small letter B. All of you take your English homework notebook. നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം അച്ഛനോടോ അമ്മയോടോ ഇതുപോലെ നോട്ട്ബുക്കിൽ ലെറ്റേഴ്സ് എഴുതി തരാനായിട്ട് പറയുക. ഓക്കെ. ദെൻ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. All of you listen here. Which letter is this? Say loudly. Very good. Small letter J. Small letter J എങ്ങനെയാണ് എഴുതുന്നത്? സെക്കൻഡ് ലൈനിൽ നിന്നാണ് നമ്മൾ സ്മോൾ ലെറ്റർ ജെ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ലൈനിൽ നിന്ന് മേക്ക് എ straight line. Touch the fourth line. Then make a curve. Then put a dot here. Which letter is this? Small letter J. Okay. Then okay. Which letter is this? Small letter. Very good. I. I എങ്ങനെ എഴുതുന്നത്? Draw a small one. അല്ലേ? ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്ത ഐ എഴുതുന്നത്? സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും ടച്ച് ചെയ്താണ് സ്മോൾ ലെറ്റർ ഐ എഴുതുന്നത്. മേക്ക് എ സ്മോൾ വൺ. ഓക്കെ. സ്മോൾ സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ? ദെൻ പുട്ട് എ ഡോട്ട് ഹിയർ. വിച്ച് ലെറ്റർ ഈസ് ദിസ്? സ്മോൾ ലെറ്റർ ഐ. നെക്സ്റ്റ് ഏത് ലെറ്റർ നോക്കിയേ? സ്മോൾ ലെറ്റർ എച്ച്. സ്മോൾ ലെറ്റർ എച്ച് ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്താ എഴുതുന്നത്? ഫസ്റ്റ് 3 ലൈൻസിൽ ടച്ച് ചെയ്താണ് സ്മോൾ ലെറ്റർ എച്ച് എഴുതുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. ടച്ച് ദി തേർഡ് ലൈൻ, ദെൻ ഗോ അപ്പ് ത്രൂ ദി സെയിം ലൈൻ. സെയിം ലൈനിൽ കൂടി തന്നെ മുകളിലേക്ക് വരയ്ക്കുക. ദെൻ ടച്ച് ദി സെക്കൻഡ് ലൈൻ, ഡ്രോ എ കർവ്. സ്മോൾ ലെറ്റർ എച്ച്. ഓക്കെ. ദെൻ നോക്കിയേ. Which letter is this? Small letter B. Small letter B എങ്ങനെയാണ് എഴുതുന്നത്? ഫസ്റ്റ് 3 ലൈൻസിൽ ടച്ച് ചെയ്താണ് സ്മോൾ ലെറ്റർ ബി എഴുതുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുക? മേക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. ദെൻ ഗോ അപ്പ് ത്രൂ ദി സെയിം ലൈൻ. ഓക്കെ. സെയിം ലൈനിൽ കൂടി മുകളിലേക്ക് വരയ്ക്കുക. ദെൻ ടച്ച് ദി സെക്കൻഡ് ലൈൻ, ദെൻ മേക്ക് എ കർവ്. ഓക്കെ. Touch the third line, go through the line, stop here. Small letter B. എല്ലാ കുഞ്ഞുമക്കളും നല്ല നീറ്റായിട്ട് ലെറ്റേഴ്സ് എഴുതി പഠിക്കുക.
എഴുതുമ്പോൾ പറഞ്ഞ് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ചിൽഡ്രൻ, ഇനി നമുക്ക് കുറച്ച് മാത്സ് പഠിച്ചാലോ? കുഞ്ഞുമക്കൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കൗണ്ട് ആൻഡ് റൈറ്റ് പഠിച്ചു അല്ലേ? ടീച്ചർ പിക്ചേഴ്സ് തന്നു, എന്നിട്ട് എന്ത് പറഞ്ഞു? കൗണ്ട് ചെയ്ത് ബോക്സിനകത്ത് എഴുതാൻ പറഞ്ഞു അല്ലേ? കുഞ്ഞുമക്കൾ എല്ലാവരും കൗണ്ട് ചെയ്ത് എഴുതിയത് ടീച്ചർ കണ്ടു. എല്ലാവരും കറക്റ്റ് ആയിട്ടാണോ കൗണ്ട് ചെയ്തത്? തെറ്റാതെ ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യണം കേട്ടോ. പിക്ചേഴ്സ് പെൻസിൽ ചൂണ്ടി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്ത് ബോക്സിനകത്ത് എഴുതുക. ഓക്കെ. All of you take your term first textbook and page number 83. Page number 83. Okay. All of you listen here. Big and small. Big and small. Big എന്താണ്? വലുത്. Okay. Then small, ചെറുത്. ബിഗ് എന്താണ്? കുഞ്ഞുമക്കൾ എല്ലാവരും പറഞ്ഞേ, വലുത്. സ്മോൾ, ചെറുത്. ഓക്കെ. കുഞ്ഞുമക്കൾ എല്ലാവരും പിക്ചർ നോക്കിയേ. ഇവിടെ എന്ത് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്? എന്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്? എലിഫന്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കിയേ. All of you listen here. The baby elephant is small. The baby elephant is small. നോക്കിയേ, ബേബി എലിഫന്റ് എന്താണ്? സ്മോൾ ആണല്ലേ, ചെറുതാണല്ലേ? നോക്കിയേ, ബേബി എലിഫന്റ് എന്താണ്? സ്മോൾ, ചെറുതാണല്ലേ? ദ ബേബി എലിഫന്റ് ഈസ് സ്മോൾ. ഓക്കെ. ദെൻ നോക്കിയേ, ദ മദർ എലിഫന്റ് ഈസ് ബിഗ്. ദ മദർ എലിഫന്റ് ഈസ് ബിഗ്. മദർ എലിഫന്റ് എങ്ങനെയാണ്? ബിഗ് ആണല്ലേ കാണാൻ? നോക്കിയേ, മദർ എലിഫന്റ് എങ്ങനെയാണ് കാണാൻ? നോക്കിയേ, ബിഗ് ആണല്ലേ, വലുതാണല്ലേ? ഓക്കെ. ദ മദർ എലിഫന്റ് ഈസ് ബിഗ്. ഓക്കെ. ദ ബേബി എലിഫന്റ് ഈസ് സ്മോൾ. ബേബി എലിഫന്റ് എന്താണ്? ചെറുതാണല്ലേ, സ്മോൾ ആണ്. ഓക്കെ. ദ ബേബി എലിഫന്റ് ഈസ് സ്മോൾ. ദ മദർ എലിഫന്റ് ഈസ് ബിഗ്. നെക്സ്റ്റ് നോക്കിയേ, ദ ബേബി എലിഫന്റ്സ് ബെൽ ഈസ് സ്മോൾ. നോക്കിയേ, ബേബി എലിഫന്റിന്റെ കഴുത്തിൽ ഒരു ബെല്ല് കെട്ടിയിരിക്കുന്നത് കണ്ടോ? മണി കെട്ടിയിരിക്കുന്നത് കണ്ടോ കുഞ്ഞുമക്കള്? കണ്ടോ എല്ലാവരും? ദ ബേബി എലിഫന്റ്സ് ബെൽ ഈസ് സ്മോൾ. ബേബി എലിഫന്റിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ബെല്ല് എന്താണ്? ചെറുതാണല്ലേ, സ്മോൾ ആണ്. ഓക്കെ. ദ ബേബി എലിഫന്റ്സ് ബെൽ ഈസ് സ്മോൾ. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ, ദ മദർ എലിഫന്റ്സ് ബെൽ ഈസ് ബിഗ്. മദർ എലിഫന്റിന്റെ കഴുത്തിലുള്ള ബെൽ എന്താണ്? ബിഗ് ആണല്ലേ, വലുതാണല്ലേ? ദ മദർ എലിഫന്റ്സ് ബെൽ ഈസ് ബിഗ്. മദർ എലിഫന്റിന്റെ കഴുത്തിലുള്ള ബെൽ എന്താണ്? വലുതാണല്ലേ? അപ്പൊ വലുതിന് നമ്മൾ എന്താ പറയുക? ബിഗ്. ദ മദർ എലിഫന്റ്സ് ബെൽ ഈസ് ബിഗ്. The baby elephant's bell is small. ബേബി എലിഫന്റിന്റെ ബെൽ എങ്ങനെയായിരിക്കുന്നത്? സ്മോൾ ആണല്ലേ, ചെറിയ ബെല്ലാണല്ലേ, ചെറുതാണ്. The baby elephant's bell is small. നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, the mother elephant's bell is big. മദർ എലിഫന്റിന്റെ ബെൽ എങ്ങനെയാണ്? ബിഗ് ആണല്ലേ, വലിയ ബെല്ലാണല്ലേ? The mother elephant's bell is big. നെക്സ്റ്റ് നോക്കിയേ, now look at the pictures and circle the small bird. ഇവിടെ രണ്ട് ബേർഡ്സിന്റെ പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? 2 ബേർഡ്സിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിലെ സ്മോൾ ബേർഡ് ഏതാണെന്ന് കുഞ്ഞുമക്കൾ പറഞ്ഞേ. ഇതിലേതാ സ്മോൾ? പറഞ്ഞേ. വിച്ച് വൺ ഈസ് സ്മോൾ? ഇതിലേത് ബേർഡാ സ്മോൾ? ചെറുത് ഏത് ബേർഡാണ്? സെക്കൻഡ് വൺ അല്ലേ? സെക്കൻഡ് വൺ ആണ് സ്മോൾ ബേർഡ് അല്ലേ? സ്മോൾ ബേർഡിന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ദെൻ നോക്കി, വിച്ച് ബേർഡ് ഈസ് ബിഗ്? ഇതിൽ ബിഗ് ബേർഡ് ഏതാണ്? വലിയ ബേർഡ് ഏതാണ്? കുഞ്ഞുമക്കൾ പറഞ്ഞേ. ഇതിൽ ഏത് ബേർഡാ ബിഗ്? ബിഗ് ബേർഡ് ഏതാണ്? ഫസ്റ്റ് വൺ അല്ലേ? ഫസ്റ്റ് വൺ ബിഗ് ബേർഡ് ആണ് അല്ലേ? വലിയ ബേർഡാണ്, വലിയ പക്ഷിയാണ് അല്ലേ? സെക്കൻഡ് വൺ സ്മോൾ ബേർഡ് അല്ലേ? ചെറിയ പക്ഷിയാണ് അല്ലേ? അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കിൾ ദി
സ്മോൾ ബേർഡ് അല്ലേ, ചെറിയ ബേർഡിനെ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, കുഞ്ഞുമക്കൾ എല്ലാവരും സ്മോൾ ബേർഡ് എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുഞ്ഞുമക്കൾ എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 84. പേജ് നമ്പർ 84. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കളർ ദി ബിഗ് കൈറ്റ്. കൈറ്റ് എന്താണ്, പട്ടം അല്ലേ. കളർ ദി ബിഗ് കൈറ്റ്. വലിയ കൈറ്റിന്, അതായത് വലിയ പട്ടത്തിന് കളർ കൊടുക്കുക. ഓക്കെ, കളർ ദി ബിഗ് കൈറ്റ്. ഓക്കെ, നോക്കിയേ ഇവിടെ 2 കൈറ്റ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. 2 കൈറ്റ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കൈറ്റ്സ് എന്താണ്, പട്ടം അല്ലേ. എല്ലാവരും പിക്ചർ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയേ. എന്നിട്ട് പറഞ്ഞേ വിച്ച് കൈറ്റ് ഈസ് ബിഗ്. ഇതിലേത് കൈറ്റാണ് ബിഗ്, വലിയ കൈറ്റ് ഏതാണ് പറഞ്ഞേ. ടീച്ചറിനെ ടച്ച് ചെയ്ത് കാണിച്ചു തന്നെ. വിച്ച് കൈറ്റ് ഈസ് ബിഗ്. ഓക്കെ, ദിസ് കൈറ്റ് ഈസ് ബിഗ് അല്ലേ. സെക്കൻഡ് വൺ, ദിസ് കൈറ്റ് ഈസ് ബിഗ്. ഇതാണ് ബിഗ് കൈറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ബിഗ് കൈറ്റിന് കളർ കൊടുക്കുക. ഓക്കെ, ക്രയോൺസ് ഉപയോഗിച്ച് കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമുള്ള നിറം എന്ത് ചെയ്യുക, കൈറ്റിന് കൊടുക്കുക. ദെൻ വിച്ച് വൺ ഈസ് സ്മോൾ. ഏത് കൈറ്റാ സ്മോൾ, ചെറിയ കൈറ്റ് ഏതാണ്. ടീച്ചറിനെ ടച്ച് ചെയ്ത് കാണിച്ചു തന്നേ. ഫസ്റ്റ് വൺ ഈസ് സ്മോൾ. ഫസ്റ്റ് കൈറ്റിൻ്റെ പിക്ചർ എന്താണ്, സ്മോൾ ആണല്ലേ. ദിസ് വൺ ഈസ് സ്മോൾ. സ്മോൾ എന്താണ്, ചെറുത്. ബിഗ് വലുത്. ഓക്കെ, കുഞ്ഞുമക്കൾ എല്ലാവരും നല്ല നീറ്റായിട്ട് ബിഗ് കൈറ്റിന് കളർ കൊടുക്കുക. കളർ കൊടുത്തതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ കിഡ്സ്, ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. നമുക്ക് ഒരു ബിഗ് ബോളും ഒരു സ്മോൾ ബോളും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, കുഞ്ഞുമക്കളുടെ എല്ലാവരുടെ വീട്ടിലും ന്യൂസ് പേപ്പർ ഉണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ എടുക്കുക. ഓക്കെ, കണ്ടോ, ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്യുക, മടക്കുക. ഓക്കെ, ഇത് ഇങ്ങനെ മടക്കി എന്ത് ചെയ്യുക, കൈക്കകത്ത് വെച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈക്കുള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കണ്ടോ, നല്ല ബോൾ പോലെ ആക്കിയെടുക്കുക. ഓക്കെ, ഇതുപോലെ ബോളാക്കി എടുക്കുക. ഓക്കെ, ഇതെന്താണ്, ബിഗ് ബോൾ. ഇനി നമുക്ക് സ്മോൾ ബോൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ പേപ്പർ എടുക്കുക. കണ്ടോ, ചെറിയ പേപ്പർ എടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്യുക. ഓക്കെ, കണ്ടോ, കൈക്കുള്ളിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ബോൾ ഷേപ്പിലാക്കിയെടുക്കുക. ഓക്കെ, കുഞ്ഞുമക്കളെല്ലാവരും ഇതുപോലെ ഒരു ബിഗ് ബോളും ഒരു സ്മോൾ ബോളും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ന്യൂസ് പേപ്പർ എടുത്ത് വെറുതെ ഇങ്ങനെ കയ്യിൽ വെച്ച് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്ത് ബോൾ പോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക, ദിസ് ബോൾ ഈസ് ബിഗ് ആൻഡ് ദിസ് വൺ ഈസ് സ്മോൾ. ഓക്കെ, ഇപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരും ഇതുപോലെ ഒരു ബിഗ് ബോളും ഒരു സ്മോൾ ബോളും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബോൾ ഉണ്ടാക്കിയതിന് ശേഷം കുഞ്ഞുമക്കൾ ടീച്ചറിനും പറഞ്ഞു തരണം. ഇതിൽ ഏതാണ് ബിഗ് ഏതാണ് സ്മോൾ ബോൾ എന്നൊക്കെ ടീച്ചറിനും പറഞ്ഞു തരണം കേട്ടോ എല്ലാവരും. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ മാത്സ് നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം അച്ഛനോടോ അമ്മയോടോ 1 to 10 വരെ നോട്ട്ബുക്കിൽ എഴുതി തരാനായിട്ട് പറയുക. ദെൻ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക, 1 to 10 വരെ എഴുതി പഠിക്കുക. ഓക്കെ, എങ്ങനെ എഴുതുന്നത്, 1 2 3 4 5 6 7 8 9 10. 10 എങ്ങനെ എഴുതുന്നത്, 1 0 10. 1 and 0 should be the same size. 1ഉം 0യും എപ്പോഴും ഒരേ വലുപ്പത്തിൽ തന്നെ എഴുതുക.
എല്ലാവരും 1 to 10 വരെ 5 ടൈംസ് നീറ്റായിട്ട് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. കിഡ്സ്, ഇനി നമുക്ക് കുറച്ച് മലയാളം പഠിച്ചാലോ? ഓക്കെ. കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നമ്മൾ ഏത് സ്വരാക്ഷര പഠിച്ചത്? പറഞ്ഞേ, ഏത് സ്വരാക്ഷര പഠിച്ചത്? സേ ലൗഡ്ലി. വെരി ഗുഡ്. ഓ പഠിച്ചു അല്ലേ? ഓ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? പറഞ്ഞേ. ഓ ഉപയോഗിച്ചുള്ള 3 വാക്കുകൾ പറഞ്ഞേ. ഏതൊക്കെയാണ്? ഒട്ടകം, ഒട്ടകപ്പക്ഷി, ഒച്ച്. ഓ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഒന്നുകൂടി പറഞ്ഞേ. ഒട്ടകം, ഒട്ടകപ്പക്ഷി, ഒച്ച്. ഓക്കെ. മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ കപ്പൽ ഏതാണ്? പറഞ്ഞേ. വെരി ഗുഡ്. ഒട്ടകം. ഏറ്റവും വലിയ പക്ഷി. ഏറ്റവും വലിയ പക്ഷി ഏതാണ്? വെരി ഗുഡ്. ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഓക്കെ. All of you look at the board. നമുക്ക് സ്വരാക്ഷരങ്ങൾ ഒന്ന് വായിച്ചാലോ? കുഞ്ഞുമക്കൾ എല്ലാവരും ടീച്ചറിനോടൊപ്പം പറഞ്ഞേ. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ. ഒന്നുകൂടി വായിക്കാം. കുഞ്ഞുമക്കൾ എല്ലാവരും ടീച്ചറിനോടൊപ്പം പറഞ്ഞേ. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ. All of you listen here. കുഞ്ഞുമക്കളെ എല്ലാവരും ശ്രദ്ധിച്ചേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വരാക്ഷരം ഏതാ നോക്കി. ഓ. എല്ലാവരും പറഞ്ഞേ, ഇത് ഏത് സ്വരാക്ഷരമാണ്? ഓ. നമുക്ക് ഒന്നുകൂടി സ്വരാക്ഷരങ്ങൾ വായിച്ചാലോ? ടീച്ചറിനോടൊപ്പം എല്ലാവരും ഉറക്കെ വായിക്കണം കേട്ടോ. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഓ. All of you take your Malayalam textbook and page number 56. Page number 56. Okay. All of you listen here. ഇത് ഏത് സ്വരാക്ഷരമാണ്? കുഞ്ഞുമക്കൾ എല്ലാവരും പറഞ്ഞേ. ഓ. ഇത് ഏത് സ്വരാക്ഷരമാണ്? വെരി ഗുഡ്. ഓ. ഓന്ത്. ചിത്രം നോക്കി. ഇതെന്താ ഇത്? ഓന്ത്. ഇതേത് സ്വരാക്ഷരമാണ്? ഓ. ഓന്ത്. കുഞ്ഞുമക്കൾ എല്ലാവരും പിക്ചർ നോക്കിയേ. മരത്തിൻ്റെ ചില്ലയിലിരിക്കുന്നത് എന്താണ്? ആരാണ് മരത്തിൻ്റെ ചില്ലയിലിരിക്കുന്നത്? ഓന്ത്. ഇതേത് സ്വരാക്ഷരമാണ്? ഓ. ഓന്ത്. നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 57. സ്വരാക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടോ? കുഞ്ഞുമക്കൾ എല്ലാവരും സ്വരാക്ഷരങ്ങൾ വായിക്കുക. ഓക്കെ. വായിച്ചേ. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഓ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി സ്വരാക്ഷരങ്ങൾ വായിക്കണം കേട്ടോ. All of you take your മലയാളം നോട്ട്ബുക്ക്. കുഞ്ഞുമക്കൾ എല്ലാവരും മലയാളം നോട്ട്ബുക്ക് എടുത്തേ. നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം അച്ഛനോടോ അമ്മയോടോ ഇതുപോലെ നോട്ട്സ് പകർത്തി എഴുതി തരാനായിട്ട് പറയുക. ഓക്കെ. All of you listen here. പാഠം 12. ഓ. ഇതേത് സ്വരാക്ഷരമാണ്? എല്ലാവരും പറഞ്ഞേ. Say loudly. Very good. ഓ. നോക്കിയേ. ഓ ഉപയോഗിച്ചുള്ള 3 വാക്കുകൾ ഏതൊക്കെയാണ്? ഓന്ത്, ഓല, ഓടക്കുഴൽ. ഒന്നുകൂടി പറഞ്ഞേ. ഓ ഉപയോഗിച്ചുള്ള 3 വാക്കുകൾ ഏതൊക്കെയാണ്? ഓന്ത്, ഓല, ഓടക്കുഴൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. തെങ്ങിൻ്റെ ഇല.
തെങ്ങിൻ്റെ ഇലയ്ക്ക് നമ്മൾ എന്താ പറയുക? ഓല. തെങ്ങിൻ്റെ ഇല, ഓല. നിറം മാറുന്ന ജീവി. നിറം മാറുന്ന ജീവി ഏതാണ്? ഓന്ത്. നിറം മാറുന്ന ഒരു ജീവി ഏതാണ്? ഓന്ത്. ടീച്ചർ ഒന്നുകൂടി പറയാം. തെങ്ങിൻ്റെ ഇല. തെങ്ങിൻ്റെ ഇലയ്ക്ക് നമ്മൾ എന്താ പറയുക? ഓല. നിറം മാറുന്ന ജീവി ഓന്ത്. നെക്സ്റ്റ് പേജിൽ ഓ ഉപയോഗിച്ചുള്ള വാക്കുകളുടെ ചിത്രങ്ങൾ ഒട്ടിക്കുക. ഓക്കെ, അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും പിക്ചേഴ്സ് ഒട്ടിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. അതുപോലെ ഓ ഉപയോഗിച്ചുള്ള വാക്കുകൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം ടീച്ചറിന് വീഡിയോ എടുത്ത് അയച്ചു തരിക. ഓക്കെ, കുഞ്ഞുമക്കൾ എല്ലാവരും ടീച്ചറിന്ന് പഠിപ്പിച്ചതൊക്കെ പഠിക്കുക, ഹോംവർക്ക് എഴുതുക. ഓക്കെ, എല്ലാ കുഞ്ഞുമക്കളും സേഫ് ആയിട്ടിരിക്കണം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.